അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഡോക്ടർ ജയരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആദായ നികുതി വകുപ്പ് പോലുള്ള സ്ഥാപനങ്ങൾ ഈ വ്യവസായികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നുണ്ടോ? മറ്റൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു, അതായത് രോഗം ചികിത്സിച്ച് ഭേദമാക്കിയാണ് വേണ്ടത്, പക്ഷേ ഇത്തരം ഇടപെടലിലൂടെ രോഗം മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഈ വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു താങ്കൾ? ഈ ഇൻകം ടാക്സ് റെയ്ഡിനെ തുടർന്ന് ഇന്ത്യയിൽ ഇന്ന് വരെ 2 ആളുകളാണ് ആത്മഹത്യ ചെയ്തത്. അതിലൊരാൾ ഒരു പർട്ടിക്കുലർ ഇൻകം ടാക്സ് ഓഫീസർ എന്നെ വല്ലാണ്ട് ഹറാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തതാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ആയിരുന്നില്ല, ഒരു ഓഫീസർക്കെതിരെയായിരുന്നു. അത് കൂടാതെ ഇപ്പോൾ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കേസാണ്. അതായത് ഇൻകം ടാക്സ് റെയ്ഡിനെതിരെ ഇതിനിടയിൽ ആദ്യത്തെ കേസിൽ ഇൻകം ടാക്സ് റെയ്ഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, പ്രൊസീഡിങ്സൊക്കെ കഴിഞ്ഞ് അത് വേറെ 2 കൂട്ടരും 2 വഴിക്കായതിന് ശേഷമാണ്. എന്നാൽ ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ IT ആക്ട് വന്ന കാലം മുതലുണ്ട്, എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇൻകം ടാക്സ് റെയ്ഡ് ഒന്നിലധികം അല്ലെങ്കിൽ 100ഓളം സ്ഥലത്ത് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന എന്ന് പറയുന്നത് ഒരു നിത്യസംഭവമാണ്. അത് ആരുടെയൊക്കെ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ മുതൽ ഇങ്ങോട്ട് ഉള്ള പ്രശസ്തരായ പ്രഗത്ഭരായ ആളുകളുടെ അടുത്തൊക്കെ നടന്നിട്ടുണ്ട്. കമ്പനികളിൽ നടക്കും, സ്ഥാപനങ്ങളിൽ നടക്കും, വ്യക്തികളിൽ നടക്കും, സിനിമാ താരങ്ങളിൽ നടക്കും. സാമ്പത്തികമായി വലിയ വരുമാനം കാണിക്കുന്ന ആളുകൾക്കൊക്കെ നടക്കും. ഇതിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്ത്, ഇത്രയും വലിയ നമ്മുടെ രാജ്യത്ത് ഇത്രയും കാലത്തിനിടയ്ക്ക് 2 കേസസാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പം തന്നെ അറിയാലോ ഇതിൻ്റെ അവസ്ഥ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. അവർക്ക് ആകെയുള്ള അധികാരം ഗുരുതരമായ ടാക്സ് വയലേഷൻ ഉണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് ടാക്സ് അടയ്ക്കാതെ ഒഴിവായി നടക്കുകയാണെങ്കിൽ, TDS ഫയൽ ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി 276CC എന്നൊക്കെ പറയുന്ന സെക്ഷൻസ് അനുസരിച്ച് വാറണ്ട് സമ്പാദിക്കണം. അതായത് നോൺ കോഗ്നിസബിൾ ഒഫൻസാണ്. അപ്പോൾ വാറണ്ട് സമ്പാദിക്കണം. വാറണ്ട് സമ്പാദിച്ച് വന്നിട്ടൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെയൊക്കെ പ്രോസസ്സ് എത്ര ബുദ്ധിമുട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻകം ടാക്സുകാർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമൊന്നുമില്ല. ഇൻകം ടാക്സുകാർ പരിശോധിക്കുന്നു, റിട്ടേൺസ് നോക്കുന്നു, നിങ്ങളുടെ ഇൻകം കാണിച്ചത് ശരിയാണോ, നിങ്ങളുടെ എക്സ്പെൻസസ് കാണിച്ചത് ശരിയാണോ, നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിച്ചത് ശരിയാണോ, നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ വരുമാനവും നിങ്ങൾ അക്കൗണ്ട് ചെയ്യുന്നുണ്ടോ, അൺഅക്കൗണ്ടഡ് മണിയുണ്ടോ, ഇതൊക്കെ നോക്കി നിങ്ങൾ ഇത് സെൽഫ് ഡിക്ലറേഷൻ ആണല്ലോ ഇൻകം ടാക്സ് അധികവും. നമ്മളാണല്ലോ നമ്മുടെ ഇൻകം ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ ടാക്സ് കെട്ടുന്നതും അല്ലെങ്കിൽ കെട്ടാതിരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ കാണിച്ച പൈസ തുകയുടെ കാര്യത്തിൽ വ്യത്യാസം കണ്ടെത്തിയാൽ ആ വ്യക്തികൾക്ക് ഫൈൻ വിളിക്കാം. അത്രയേ ഉള്ളൂ. പെനാൽറ്റി വിളിക്കാം, ഫൈൻ വിളിക്കാം. ഇത്രേ ചെയ്യാൻ അധികാരമുള്ളൂ. അങ്ങനെ ഫൈൻ വിളിച്ചാൽ തന്നെ അവരുടെ അപ്പലറ്റ് അതോറിറ്റി പോകണം. അത് കഴിഞ്ഞാൽ ഹൈക്കോടതിയുണ്ട്. ഇതൊക്കെ ഒരുപാട് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്ത് സ്ഥിരമായി നടക്കുന്നതാണ്. പ്രഗത്ഭരായ അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ ശേഷിയുള്ള ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ സിനിമാ നടന്മാർക്കും കോർപ്പറേറ്റ് ഹൗസസിനൊക്കെ വലിയ പ്രഗത്ഭരായ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെയും ടാക്സ് കൺസൾട്ടന്റ്മാരുടെയും സേവനം ലഭ്യമാണ്. അവർ ആ സേവനം ഉപയോഗിക്കുന്നുമുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരാവശ്യവും ഈ പറഞ്ഞ മനുഷ്യനുണ്ട് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, അന്നേ ദിവസം അവിടെ ഈ പരിശോധന നടന്നിട്ടില്ല. അന്ന് അവരുടെ ഭാഷയിൽ, ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഷയിൽ ക്ലോസിംഗ് ഓഫ് പ്രോഹിബിറ്ററി ഓർഡേഴ്സ്, ലിഫ്റ്റിംഗ് ഓഫ് പ്രോഹിബിറ്ററി ഓർഡേഴ്സ് ആണ് നടക്കുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ഇൻകം ടാക്സ് പരിശോധന തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ അളമാറകൾ, ഫയലുകൾ, കമ്പ്യൂട്ടർ, മറ്റ് കാര്യങ്ങളൊക്കെ അവർ സീൽ ചെയ്യും. പിന്നെ അതാരും ഉപയോഗിക്കാൻ പാടില്ല. പ്രൊഹിബിഷൻ ഓർഡറാണ്. അവർക്ക് മാത്രമേ അത് പരിശോധിക്കാൻ പാടുള്ളൂ. ആ റെയ്ഡ് 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ പരിശോധനയും കഴിഞ്ഞ് അവസാനം അവരെല്ലാം എടുക്കേണ്ട രേഖകളൊക്കെ എടുത്ത് അവരെടുക്കേണ്ട കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ടും മറ്റു കാര്യങ്ങളും എടുക്കും. അല്ലെങ്കിൽ ഇനി ഹാർഡ് ഡിസ്ക് എടുക്കണമെങ്കിലൊക്കെ എടുത്തതിന് ശേഷം അവരാ അവസാനിക്കുന്ന ദിവസം
അവർ സ്റ്റേറ്റ്മെൻ്റൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് ആ പ്രോഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യും. അതോടുകൂടി അത് അവസാനിച്ചു, നടപടിക്രമം അവസാനിച്ച് അവരവരെ പാട്ടിലും പോവും, മറ്റയാളുടെ പാട്ടിലും പോവും. ഇനി വല്ല ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ നോട്ടീസ് അയക്കുക ചെയ്യുക. ഇത് നടക്കുന്ന ദിവസമാണ്, അന്നത്തോടെ ഇത് അവസാനിക്കുകയാണ്, പ്രോഹിബിറ്ററി ഓർഡേഴ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അന്നേ ദിവസം അങ്ങനെയൊക്കെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിന് ആ സമയത്തല്ലേ ചെയ്യേണ്ടത്? ഇത് തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടാണ് സ്റ്റേറ്റ്മെൻ്റൊക്കെ എടുക്കുന്നത്. അവസാനത്തെ ദിവസമാണിത്, ആ ദിവസമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോയിട്ട് തോക്കൊക്കെ എടുക്കാൻ സാധിച്ചത്. അല്ലാത്ത ദിവസം അവർ ഫ്രിസ്ക് ചെയ്യും, അവരുടെ പരിശോധനയ്ക്ക് മൊബൈൽ ഫോണ് ഈ തോക്കൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി വെക്കും. ഈ ലൈസൻസുള്ള തോക്കാണെങ്കിൽ കൈവശം വെക്കാമല്ലോ, അത് വാങ്ങി വെക്കുകയൊക്കെ ചെയ്യും. അന്നേ ദിവസം അതൊന്നും ഇല്ല, അവരെല്ലാ പരിശോധനയും കഴിഞ്ഞ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് പോയി ചെയ്യാൻ അവസരം കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഊഹാപോഹങ്ങളാണ്. ഇങ്ങനെ ഒന്നും ഈ രാജ്യത്ത് ഇന്ന് വരെ സംഭവിച്ചിട്ട് ആകെ 2 കേസേ ഉള്ളൂ. ഒന്ന് ഏതോ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായി ഹറാസ് ചെയ്ത് കാരണം എവിടെയോ കർണാടകത്തിൽ എവിടെയോ ഒരാൾ നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. ഇന്ത്യ രാജ്യത്ത് 100 കണക്കിന് ഇൻകം ടാക്സ് പരിശോധനകൾ ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ നടക്കുന്നതാണ്. ഇതൊന്നും ഒരു വലിയ സംഭവമല്ല ഇന്ത്യയിൽ. ഈ പറഞ്ഞ പ്രഗത്ഭരായ വലിയ സാമ്പത്തിക ശേഷിയില്ല ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ സിനിമാ നടന്മാർക്കും ഒക്കെ അറിയാം ഇത് ഇത്രയേ സംഭവിക്കില്ല. അവർ ഫയൽ വിളിച്ചു പോവും. പിന്നെ നടപടിക്രമങ്ങൾ അതിനുശേഷം ഒരുപാടെണ്ണം ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മളതിൽ കമൻറ്റ് ചെയ്യുന്നില്ല. കർണാടക പോലീസ് അന്വേഷിക്കട്ടെ. ഇത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ഏജൻസി ഉണ്ടല്ലോ, അവർ പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയമിച്ചിട്ടുണ്ടല്ലോ. അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ, അന്വേഷിക്കട്ടെ. ഇതിനപ്പുറം വലിയ പ്രാധാന്യമൊന്നും ഇതിനില്ല. പക്ഷെ ഒരു അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു വ്യവസായി മരിച്ചതിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്.